മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനുള്ളിൽ പ്രതിഷേധമുണ്ട്. പത്തോളജി ലാബിലെ ഫീസ് വർധനയിൽ പ്രതിഷേധിച്ച് സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഷാദ റഹ്മാനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷാദ, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫീസ് വർധന എന്നുള്ളതാണ്? അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ, മറ്റു വിശദാംശങ്ങൾ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിലാണ് ഇപ്പോൾ സൗജന്യമായി ചികിത്സ നൽകിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സൗജന്യമായിട്ട് പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്നതിന് പണം ഈടാക്കാൻ ഇപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. 14 പരിശോധനകൾക്കാണ് ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് 30 രൂപ മുതൽ 800 രൂപ വരെ ഈടാക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. ഇതിനെതിരെ അതിനിടയിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി ഇപ്പോൾ സൂപ്രണ്ട് ഓഫീസിന് മുൻവശത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. നിലവിൽ സൂപ്രണ്ട് ഇവിടെ ഇല്ല. മാത്രമല്ല, സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായിട്ടുള്ള സമീപനമല്ല ഉണ്ടായിട്ടുള്ളത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ നാളുകളായിട്ട് സൗജന്യമായിട്ടാണ് ഇവിടെ ഈ പരിശോധനകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിന് ഫീസ് ഈടാക്കാൻ ഒരു തീരുമാനം വന്നത്. അതായത് പറയുന്നത് അധിക ചിലവാണ്, വലിയ ബാധ്യതയാണ്, അതുകൊണ്ടാണ് ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചത് എന്ന കാര്യമാണ് പ്രധാനമായിട്ടും പറയുകയും ചെയ്യുന്നത്. ഇപ്പം സൂപ്രണ്ടുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? നിങ്ങൾക്ക് സൂപ്രണ്ടുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? സൂപ്രണ്ടുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാബ് ടെസ്റ്റുകളുടെ സൗജന്യ ലാബ് ടെസ്റ്റുകൾ അനിയന്ത്രിതമായ വില ഏർപ്പെടുത്തിയത് ഇല്ലാതാക്കുന്നതോടുകൂടി മാത്രമേ ഈ സമരം അവസാനിക്കൂ. നിലവിലുള്ള സൂപ്രണ്ട് ഉണ്ടോ? സൂപ്രണ്ട് നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ഈ സമരത്തോട് വന്നൊരു ചർച്ചയ്ക്ക് തയ്യാറാകാൻ പോലും ഇവിടുത്തെ അധികാരികൾ തയ്യാറായിട്ടില്ല. ഇവിടെ സൂപ്രണ്ടുണ്ട്, പ്രിൻസിപ്പളുണ്ട്, ലേ സെക്രട്ടറി ഉണ്ട്, ഇങ്ങനെ അനവധി ഉദ്യോഗസ്ഥർ ഈ മെഡിക്കൽ കോളേജിലുണ്ട്. എന്നാൽ 1.5 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ ജനകീയ വിഷയത്തെ വന്ന് കണ്ട് സംസാരിക്കാൻ, ഈ സമരത്തിന്റെ നേതൃത്വത്തിനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറായിട്ടില്ല. ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നത് ഈ വർദ്ധിപ്പിച്ച ഫീസുകൾ പിൻവലിക്കാതെ ഈ സമരത്തിൽ നിന്നും 1 ഇഞ്ച് പുറകോട്ട് പോകും. ഇപ്പോൾ റിയാസ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് MLA സൂപ്രണ്ടായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ല, അത് ഇതൊക്കെ എല്ലാവരും ആലോചിച്ച് ചർച്ച ചെയ്യണ്ടല്ലേ? 14 എണ്ണല്ലേ പറഞ്ഞത്? 14 എണ്ണത്തിനാണ് വില വർദ്ധിപ്പിച്ചത്. സാധാരണ മനുഷ്യരിത് പ്രയാസപ്പെടുകയാണ്. നാളിതുവരെ ഇല്ലാത്തതാണ്, ഇതുവരെ ഇല്ലാത്തതാണ്. ഇത്തരം കാര്യങ്ങൾ ചർച്ചയിലൂടെയാണ് പോകേണ്ടത്. ചർച്ച ചെയ്തിട്ടില്ല. HDS തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. HDSനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇല്ല, സംഘടനകളില്ല. ഇവിടെ ഭരിക്കുന്നവരും ചില MLAമാരും ചില ആളുകളും കൂടിയാണ് തീരുമാനിച്ചു പോയാൽ നടപ്പിലാവില്ല. ഡിവൈഎഫ്ഐ പറയുന്ന ന്യായമായ കാര്യമാണ്. അവിടെ ചർച്ച ചെയ്യണം. ഇതൊക്കെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ 10 കൊല്ലം ഇല്ലാത്തൊരു കാര്യം ഇപ്പം ചെയ്യേണ്ടതില്ലല്ലോ. അപ്പം ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായ നിലപാട്. ഇന്ന് ഡിവൈഎഫ്ഐ ആണെങ്കിൽ ഇത് ജനങ്ങൾ ഏറ്റെടുക്കും. സൂപ്രണ്ട് ഇല്ലെങ്കിൽ ആരാണോ ചർച്ചയ്ക്ക് വിളിക്കുന്നത് അവരായിട്ട് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് പോകണം. തീരുമാനമാകാതെ എന്തായാലും ഇവിടെ നിന്നില്ല. അല്ല, അതല്ല, അത് ചർച്ച ചെയ്യട്ടെ. ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാൻ പറ്റുന്നതല്ലെങ്കിൽ കലക്ടറേറ്റ് ചർച്ച ചെയ്യും. ജില്ലാ കലക്ടറേറ്റും ഗവൺമെന്റായിട്ടും ചർച്ച ചെയ്യണം. പ്രിൻസിപ്പാളെ ഞാൻ ഇപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടു. പ്രിൻസിപ്പാൾ തിരുവനന്തപുരത്താണ്. പ്രിൻസിപ്പാൾ ഒരു നിഷേധ സമീപനം എടുക്കരുത്. ഒരാളെ, ഉത്തരവാദിത്തപ്പെട്ട ആളെ വിടണം. ഇവർ കുറേ നേരമായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ നേതൃത്വ സമരം. അപ്പോൾ ആളെ വിടണമെന്ന് പറഞ്ഞതിന് ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ വിട്ടിരിക്കുന്നത്. ചർച്ച ചെയ്യട്ടെ. ചർച്ചയിലൂടെ എന്താണെന്ന് നോക്കാം. എന്തായാലും ഡിവൈഎഫ്ഐ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഡിവൈഎഫ്ഐ സ്വീകരിക്കുന്നത്. ബാക്കി ചർച്ചയിലൂടെ നോക്കാം. ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. ശ്രുതി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇക്കാലം അത്രയും ഇല്ലാതിരുന്ന പെട്ടെന്നൊരു തീരുമാനം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫീസ് ഏർപ്പെടുത്തൽ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ആരോട് ചർച്ച ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ആശുപത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു ചോദ്യവും പ്രധാനമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, അല്ലെങ്കിൽ നാളുകളായിട്ട് ഇത്തരത്തിൽ ഫീസ് ഈടാക്കാറില്ല. 14
പരിശോധനകൾക്കാണ് ഫീസ് ഈടാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് 30 രൂപ മുതൽ ഏകദേശം 800 രൂപ വരെയാണ് ഇത്തരത്തിൽ വിവിധ പരിശോധനകൾക്കായിട്ട് ഫീസ് ഈടാക്കുന്നത്. ഇതിന് ഒരു വിശദീകരണമായിട്ട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നും പറയുന്നത് പ്രധാനമായിട്ടും അതായത് അമിതമായിട്ടുള്ള ചാർജാണ് ഇത്തരം പരിശോധനകൾ നടത്താൻ വരുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള ഫീസ് ഈ കാരണത്താൽ ഈടാക്കുകയാണ് എന്ന ഒരു വിശദീകരണം മാത്രമാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നും ഇതിനു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല ഇന്ന് ഇപ്പോൾ ഈ സമരം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോഴും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പ്രിൻസിപ്പാളിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നോ ഒരു നല്ല സമീപനം ഉണ്ടായില്ല. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്താൻ പോലും അവർ തയ്യാറായില്ല. നിഷേധാത്മക നിലപാടാണ് സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പാളിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം അവർ ഇപ്പോൾ പ്രതിഷേധം നടത്തുകയാണ്. പക്ഷേ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ MLA റിയാസ് കൂടി ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ചർച്ച നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷാഹിദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.